It's only 5,200. Sorry, we can't pay. What? Don't move. Daddy, run. Run, I say. Don't move. പകടവനെ. തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കേസ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോവാണ്. ഇവരെന്ന് രാജ്യത്തെ നമ്പർ 1 ക്രിമിനലുകളുടെ ലിസ്റ്റിലാണ്. ഒരു സ്വകാര്യ ജൗളിക്കട കൊള്ളയടിക്കപ്പെട്ടു. ലെക്സിക്കൻ കോളേജ് കൊലപാതകത്തിൽ പ്രതികളായി തേടപ്പെട്ടു വരുന്ന രാധിക, ജോസഫൈൻ എന്ന 2 പെൺകുട്ടികൾ ഇന്ന് പകൽ നഗരമധ്യത്തിലുള്ള ഒരു പ്രസിദ്ധ ജൗളിക്കടയിൽ പ്രവേശിച്ച് കടയിലെ ജോലിക്കാരെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി അവിടെ നിന്നും വസ്ത്രങ്ങളും മറ്റും കൊള്ളയടിച്ച് രക്ഷപ്പെടുകയുണ്ടായി. അക്രമികളായ ഈ 2 പ്രതികളെയും അധികം താമസിയാതെ പിടികൂടുമെന്ന് സിറ്റി കമ്മീഷണർ പത്രലേഖകരോട് പറഞ്ഞു. ഇപ്പോഴെന്ത് പറയുന്നു? പുന്നാരമ്മളുടെ സാഹസങ്ങളെ കുറിച്ച് ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ ആവും അടുത്തത്. അതെ, ജീവനോടെ കോടതി കൊണ്ടുവന്ന കിട്ടാവുന്ന ശിക്ഷ കുറയ്ക്കാൻ നോക്കാം. അത്ര എനിക്ക് പറ്റും. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ രാധിക ഒപ്പിട്ട് തന്ന പവർ ഓഫ് അറ്റോർണിയിൽ ഞാൻ ടൈം ലിമിറ്റ് വെക്കുന്നില്ല. ഇങ്ങനെയാണ് പോക്കെങ്കിൽ തൂക്കുകാരന് രക്ഷപ്പെട്ടാലും ജീവപര്യന്തെങ്കിലും ആ കുട്ടികൾ അനുഭവിക്കേണ്ടി വരും. ഐ എം സോറി ടു സേ ദാറ്റ്. എന്ത് കൊല ജോസൂട്ടി ഇത്? നീ പോയ പിന്നെ ഹോസ്റ്റലൊരു മരണ വീട് പോലെ. ആരും ആരോടും ഒന്നും മിണ്ടുന്ന പോലും ഇല്ല. നിന്നെ ഓർക്കുമ്പോഴാ. കരയില്ല പെണ്ണെ. നോക്ക്, നിങ്ങളൊക്കെ കരഞ്ഞ ഞങ്ങൾക്ക് ഇപ്പൊ ഉള്ള ധൈര്യം കൂടി പോവും. ഞങ്ങൾ പറഞ്ഞ കാര്യം വല്ലതും അന്വേഷിച്ചോ? പോലീസ് ഇവിടെ കുറെ ക്വസ്റ്റ്യൻ ചെയ്തു. നിനക്കറിയാം, നീ ജോസഫിന്റെ റൂംമേറ്റ് അല്ലേന്ന് അവര് ചോദിക്കുന്നത്. നീ ചോദിച്ച പണം എന്താ ഹോട്ടലിൽ ബുക്കിങ്ങിന്റെ കാര്യം? നിങ്ങൾ വല്ലതും വാങ്ങി കഴിക്കേ. നീ ആദ്യം കാര്യം അന്വേഷിച്ചു പറ. നീ പറ. രമേശ് നായർക്ക് വേണ്ടി റൂം ബുക്ക് ചെയ്തത് നിന്റെ അമ്മായിയാ. അമ്മായിയോ? ഇതിലുണ്ട് അവരുടെ സിഗ്നേച്ചർ. എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നു. അതിന് എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. രാധികേ, മോളെ, ഇവിടെ അധികം നേരം നിൽക്കുന്നത് സേഫ് അല്ല. അധികം നേരമൊന്നും വേണ്ട. ഇതിന്റെ അർത്ഥം എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി ഞങ്ങൾക്ക്. അമ്മയുടെ ഉദ്ദേശം എന്തായിരിക്കും? എന്റെ ഉദ്ദേശം അനന്തരവളെ കുടിക്കിട്ട് സ്വത്ത് അപഹരിക്കാവുന്നോ? അതിലും വലിയൊരു ദുരുദ്ദേശം ഇല്ലല്ലോ മോളെ. അങ്ങനെയായിരുന്നെങ്കിൽ നീ കുട്ടിയായിരുന്നപ്പോ തന്നെ എനിക്കത് ചെയ്യാമായിരുന്നല്ലോ. അതാ എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ഈ ഫാക്സ് ബ്ലൂ ഡയമണ്ട് രമേശിന്റെ ബുക്കിങ്ങിൽ നിങ്ങളുടെ സിഗ്നേച്ചർ എങ്ങനെ വന്നു? ഈ നാടകത്തിൽ ഒരു പങ്ക് എനിക്കുണ്ട്. നാടകമോ? രമേശിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കിയ കഥകൾ വിശ്വസിക്കാൻ മാത്രം ഒരു വിഡ്ഢിയൊന്നും അല്ല ഞാൻ. രാധയ്ക്ക് ആരെങ്കിലുമായി അടുപ്പമുണ്ടായിരുന്നെങ്കിൽ അവളുടെ മുഖത്ത് നോക്കിയാൽ എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് പച്ചക്കള്ളമാണെന്ന് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരാളെ ഞാൻ ഉണ്ടാക്കിയാൽ അത് ഭയന്ന് നിങ്ങൾ എന്റെ മുന്നിൽ സത്യം പറഞ്ഞ് മുട്ടുകുത്തുമെന്ന് ഞാൻ കരുതി. അതിനാണ് വിക്രമിന്റെ ഹെൽപ്പ് ചോദിച്ചത്. വിക്രമോ? ഏത് വിക്രം? രമേശിന്റെ ശരിക്കുള്ള പേര് വിക്രം എന്നാണ്. ഓഫീസിൽ ഒരു ബിസിനസ് മീറ്റിംഗിൽ പരിചയപ്പെട്ടു. ഒരു നല്ല ടെന്നീസ് പ്ലെയർ ആണ്. സ്മാർട്ട് ബോയ്. ഒരു പാർട്ടിയിൽ വീണ്ടും കണ്ടുമുട്ടി. ഒരു നല്ല സുഹൃത്തായി. രാധികയ്ക്കൊന്ന് ആലോചിച്ചാലോ എന്ന് വരെ കരുതി. അങ്ങനെ ഒരു തമാശയ്ക്ക് വിക്രമിനോട് വെറുതെ ഞാനെന്ന് രമേശ് ആവാൻ പറഞ്ഞു. നിങ്ങളെ വരട്ടെ. ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തതുവരെ എനിക്ക് പങ്കുള്ളൂ. അത് കഴിഞ്ഞ് സംഭവിച്ചതൊക്കെ എനിക്കിപ്പോഴും ഒരു മിസ്റ്ററിയാണ്. ഈ വിക്രമിന്റെ അഡ്രസ് ഉണ്ടോ?
ഉണ്ട്. അതുകൊണ്ട് അഡ്വക്കേറ്റിനെയും കൂട്ടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴേക്കും നിങ്ങൾ രക്ഷപ്പെട്ടിരുന്നു. സംഭവം കോടതിയിലെത്തും വരെ വിക്രമിനെ കുറിച്ചൊന്നും പറയണ്ടെന്ന് അഡ്വക്കേറ്റ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതുവരെ മിണ്ടാതിരുന്നത്. അഡ്രസ് തരൂ. ദാ, ഇത് തന്നെയല്ലേ നിങ്ങൾ അന്വേഷിച്ച ബുക്ക്? അതെ. മോളെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. വെറുതെ കളിയായി കാട്ടിക്കൂട്ടിയതൊക്കെ ഇങ്ങനെ കാര്യമാവുന്ന അമ്മായി കരുതിയല്ലോ. എനിക്കറിയില്ല എന്റെ അമ്മയെ. എന്റെ അമ്മയെ. മോളെ, സോറി സോറി. മോളെ, മോള് പൊയ്ക്കോ പൊയ്ക്കോ മോളെ, പൊയ്ക്കോ.